സ്പിരിച്വൽ ഇതിലേക്ക് വന്നേ പിന്നെ 2013 ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ പാത്ത് ഒന്ന് വേറെ ചേഞ്ചായി എന്ന് പറയില്ല. അതുവരെ ഒരു സാധാ വീട്ടമ്മ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പിന്നെ ഒരു വേറെ ലോകത്തിലേക്ക് നമ്മൾ മറ്റൊരു വേൾഡിലേക്ക് പോവുക പറയില്ല. 14 ഡയമെൻഷൻ ഉണ്ടെന്നാണ് പറയണം നമ്മുടെ വേൾഡിൽ. അതിൽ മറ്റൊരു സ്പിരിച്വൽ പാത്തിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ ഇങ്ങനെ കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞില്ലേ മോളെ ഞാൻ ബിസിനസ്സിന് ഇറങ്ങി എന്ന് പറഞ്ഞില്ലേ. അപ്പം എനിക്ക് എനർജി ഉണ്ടായിട്ടും അല്ലെങ്കിൽ മറ്റൊരാളെ ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ടായിട്ടും ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ഇതൊന്നും മറ്റൊരാളെ അറിയിക്കണതോ ഞാളും ബഹളമൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത കാരണം ഉണ്ടാകും. എനിക്ക് കുറേ ആൾക്കാർ വരിക, അവർ തിരക്കൂട്ടുക, ബഹളം വയ്ക്കുക, ഒരു ആശ്രമാന്തരീക്ഷം അല്ലെങ്കിൽ പിന്നെ പബ്ലിസിറ്റി ആവുക, ഫേമസ് ആവുക, ഇതൊന്നും ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത് ഈ ടാറോ മലയാളത്തിൽ ഉണ്ടാക്കിയ കാരണം കൊണ്ട് മാത്രമാണ്. അത് മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മീഡിയയ്ക്ക് മുമ്പിൽ വന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ എന്നെ ഒരാളും അറിയാൻ പോകണില്ല. കാരണം ഇത് ഞാൻ അറിഞ്ഞാൽ മതി എന്ന് ചേർത്തിരിക്കുന്ന ഒരാളാണ്. ബഹളം ഇപ്പോഴും ഞാൻ ആരും കാണാൻ അനുവാദം കൊടുക്കാറില്ല. കാരണം എന്താണെന്നറിയോ, ഇത് കുറേ ആൾക്കാർ തള്ളിക്കയറ്റി വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനൊന്നും ഞാൻ ആഗ്രഹിക്കില്ല.